speech for media persons visiting Amrita Model English Medium School. Good morning, afternoon, everyone. On behalf of Amrita Model English Medium School, Okaka, I extend a warm and heartfelt welcome to all the distinguished media persons present here today. It is an honor to have you with us as we celebrate this special occasion. Our school, established in 1996, has been a center of excellence in education, nurturing young minds with knowledge, values, and innovation. Under the guidance of our manager, Mohanan M., our principal, Sasidaran Pillai B., and our vice principal, Latika Mohan, ഇന്ത്യയിൽ ആദ്യമായി സ്വയം പഠിക്കുകയും 50-ൽ പരം ഭാഷകൾ സംസാരിക്കുകയും ചെയ്യുന്ന AI ടീച്ചറിനെ വികസിപ്പിച്ചെടുത്തിരിക്കുന്നു. ലോകത്ത് പലതരത്തിലുള്ള AI ടീച്ചേഴ്സ് ഇന്ന് നിലവിലുണ്ടെങ്കിലും ഇന്റർനെറ്റിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് സ്വയം ഉള്ളടക്കങ്ങൾ മനസ്സിലാക്കുവാനോ ജനറേറ്റ് ചെയ്യുവാനോ വിദ്യാർത്ഥികളുടെ ഇമോഷൻസിനനുസരിച്ച് പ്രതികരിക്കുവാനോ ഉള്ള കഴിവ് അതിനില്ല. ലാൻഡ് ഫോണിൽ നിന്ന് മൊബൈൽ ഫോണിലേക്കുള്ള കണ്ടുപിടുത്തം ലോകത്തെ മാറ്റിമറിച്ചതുപോലെ AI ടീച്ചറിന്റെ ഒരു അടുത്ത അഡ്വാൻസ്ഡ് ജനറേഷൻ ഇന്ത്യയിൽ ആദ്യമായി അമൃത മോഡൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. ഇത് ഇന്ത്യയിലെ ഫസ്റ്റ് അഡ്വാൻസ്ഡ് സെൽഫ് ലേണിംഗ് മൾട്ടി ലാംഗ്വേജസ് ഇമോഷൻസ് ബേസ്ഡ് റെസ്പോണ്ടിംഗ് AI ടീച്ചറാണ്. ആമി എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. അഡ്വാൻസ്ഡ് മെഷീൻ ഇന്റലിജൻസ്. ഇത് വിവരങ്ങൾ ഇന്റർനെറ്റിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും സ്വയം പഠിക്കുകയും സെൽഫായി കണ്ടന്റുകൾ ജനറേറ്റ് ചെയ്യുകയും ഓർത്തു വയ്ക്കുകയും തിരിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നു. ആമിക്ക് പ്രത്യേകിച്ച് വേക്കപ്പ് കമാൻഡോ, ലാംഗ്വേജ് സ്വിച്ച് കമാൻഡോ ഇല്ലാതെ തന്നെ ഓട്ടോമാറ്റിക്കായി 50-ൽ പരം ഭാഷകൾ മനസ്സിലാക്കുവാനും സംസാരിക്കുവാനുമുള്ള കഴിവുണ്ട്. കൂടാതെ കുട്ടികളുടെ ഇമോഷൻസും പ്രോബ്ലംസും മനസ്സിലാക്കുകയും ആ ഇമോഷൻസിനെ ബേസ് ചെയ്ത് ഒരു ടീച്ചറിനെ പോലെ കുട്ടികളോട് സംസാരിക്കുവാനും പഠിപ്പിക്കുവാനുമുള്ള കഴിവും ഇതിനുണ്ട്. ഇങ്ങനെയുള്ള AI ടീച്ചർ ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് അമൃത മോഡൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. 16/3 ഞായറാഴ്ച ആമിയെ ഔദ്യോഗികമായി ഏവരെയും പരിചയപ്പെടുത്തുന്നതിന്റെ ഉദ്ഘാടനം നടത്തുമെന്ന് ഇന്ന് നടന്ന പത്രസമ്മേളനത്തിൽ സ്കൂൾ ഭാരവാഹികൾ അറിയിച്ചു. നമ്മുടെ ആദ്യമായിട്ട് ഇന്ത്യയിൽ, അതിൽ വിശേഷിച്ചും കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ തന്നെ തൊട്ടടുത്ത ഒരു സ്ഥാപന സ്കൂളിൽ AI ടീച്ചർ ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ വീഡിയോയിൽ കൂടിയൊക്കെ കാണുകയുണ്ടായി. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ ഇത് ഒരു ഹയർ സെക്കൻഡറി സ്കൂളൊന്നുമല്ല, 10 വരെയില്ല, 7th വരെയുള്ള ഒരു മിഡിൽ സ്കൂളാണ്. അവിടെ നമുക്ക് നമ്മുടെ മാനേജ്മെൻറ്റിന്, അതായത് ഒരു ട്രസ്റ്റാണ്. അപ്പോൾ അവർക്കും താല്പര്യം വന്നു ഇങ്ങനെ ഈ പുതിയ ഒരു നൂതന മാർഗ്ഗങ്ങളിൽ കൂടി കുട്ടികൾക്ക് ഇന്ന് അവരുടെ പഠന രീതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഫലമായി ആറ്റിങ്ങൽ അമൃത മോഡൽ സ്കൂളിലും ഇങ്ങനെ ഒരെണ്ണം സംഘടിപ്പിക്കുന്നതിലുള്ള താല്പര്യം വരികയും എറണാകുളത്തുള്ള ഒരു കമ്പനിയുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് അങ്ങനെ അത് ഇന്ന് ഇവിടെ സാഫല്യമായിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നമ്മൾ ഞായറാഴ്ച നടത്തുകയാണ്. പല ഭാഷകൾ, 50ഓളം ഭാഷകൾ ഇപ്പോൾ നിങ്ങൾക്ക് പോലും അത് ടെസ്റ്റ് ചെയ്യാം. ആ 50ഓളം ഭാഷകൾ ഇത് സംസാരിക്കും. നിലവിലുള്ള ഏതൊരു കാര്യത്തിനെക്കുറിച്ച് നമുക്ക് അഡ്വാൻസായിട്ട് ഫീഡ് ചെയ്ത് വെച്ചിട്ടല്ല അതിൽ ഇങ്ങോട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രത്യേകതയും കൂടി, ഇങ്ങനെ പല പ്രത്യേകതകൾ ഇതിലുണ്ട്. 2-3 പ്രത്യേകതകൾ എടുത്തു പറയത്തക്ക ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരെണ്ണം നമ്മളിവിടെ സ്ഥാപിക്കാനുള്ള ഒരു കാരണം. മറ്റേ വേറെയൊക്കെ ഉണ്ടെങ്കിലും അതിൽ ഇത്രത്തോളം, കാരണം ഇപ്പോൾ സംസാരിക്കണമെങ്കിൽ തന്നെ അതിനൊരു മോഡ് കൊടുത്ത് മൈക്കിലൂടെ സംസാരിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഉള്ള പല ഫീച്ചേഴ്സും ഉണ്ട്. ഇതൊന്നും വേണ്ട, നമ്മൾ പുറമേ നിന്ന് സംസാരിക്കുന്നത് തന്നെ ഇത് ക്യാച്ച് ചെയ്തിട്ട് പലതും അത് സെൻസ് ചെയ്ത് ലോകത്തിൻ്റെ എവിടെ ഏത് രാജ്യത്തുള്ള കാര്യങ്ങളായിരുന്നാലും നമ്മുടെ മുന്നിൽ എത്തിക്കുന്നത് നിമിഷങ്ങൾക്കകം എത്തിച്ച് തരും. കേരളത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഇന്ത്യയിൽ തന്നെ ഇത് ഇത്രയും ഫീച്ചേഴ്സുള്ള ഒരു AI ടീച്ചർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇന്ന് ലോകം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വളരെയധികം പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും പഴയ കണ്ടുപിടുത്തങ്ങൾ പ്രസക്തിയില്ലാത്തതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരുപക്ഷെ ഇന്ന് രാവിലെയുള്ള ഒരു സാധനം ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പ്രസക്തി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാം. നമ്മുടെ ഗവൺമെൻറ്റിലുള്ള വളരെ ചെറിയൊരു ഉദാഹരണം എന്ന് പറയുന്നതാണ് ഗ്രാമഫോൺ റെക്കോർഡുകൾ. അത് മാറിയിട്ട് വീഡിയോ, ആഡിയോ കാസറ്റുകൾ വന്നു, പിന്നെ CD ഡിസ്ക് വന്നു, പെൻഡ്രൈവ് വന്നു. ഇന്നും അതെല്ലാം പോയി വളരെയധികം സംഭരണ ശേഷിയുള്ള മൊബൈൽ ഫോണുകൾ വന്നതോടുകൂടി അതെല്ലാം കാണാമറയത്തായി പോയതുപോലെ സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ലാൻഡ് ഫോണിൻ്റെ സ്ഥാനത്ത് മൊബൈൽ ഫോണുകൾ വന്നതും എന്ന് പറയുന്നത്. അപ്പം ഇന്ന് ലോകത്ത് പല മേഖലകളിലും റോബോട്ടുകളെ ഉപയോഗിക്കുന്നുണ്ട്.
വ്യവസായ സ്ഥാപനങ്ങളിൽ, ആയുധ നിർമ്മാണശാലകളിൽ മനുഷ്യന് റിസ്ക് എടുത്ത് ജോലി ചെയ്യാൻ കഴിയാത്ത മേഖലകളിലൊക്കെ യന്ത്രമനുഷ്യരെ ഉപയോഗിക്കുന്നുണ്ട്. ആ യന്ത്രമനുഷ്യരെന്ന് പറയുന്നത് അത് ഉപയോഗിക്കുന്ന ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് അതിൻ്റെ ബോഡി ലാംഗ്വേജിൽ വ്യത്യാസം വരും. ഒരു ഫാക്ടറിയിലാണെങ്കിൽ വളരെ ഹാർഡായിരിക്കും അതിൻ്റെ ബോഡി എന്ന് പറയുന്നത്. അതിൽ ഒരു മാനുഷിക ഭാവം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോഴൊക്കെ നമുക്ക് പേടിപ്പെടുത്തുന്ന ഭാവങ്ങളോ രൂപങ്ങളോ ഒക്കെ ആയിരിക്കും അതിനുണ്ടാകുന്നത്. അപൂർവമായിട്ട് ഈ റോബോട്ട്സുകൾ തമ്മിൽ കിടന്ന് അടികൂടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തിനെന്ന സിനിമയിലൊക്കെ നമ്മൾ കണ്ടത് ഭയാനകമായ അവസ്ഥയൊക്കെയാണ്. അപ്പോൾ അതെന്തായാലും ഓരോന്നിനും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഒരിക്കലും ഒരു മനുഷ്യന് പകരമാകില്ല ഈ റോബോട്ടുകളെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് ലോകത്ത് നമുക്ക് പലയിടത്തും AI ടീച്ചേഴ്സിനെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് പ്രവർത്തിക്കുന്ന ടീച്ചേഴ്സിനെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ ഉള്ള ഒരു പോരായ്മ എന്ന് പറയുന്നത് അത് ഇൻ്റർനെറ്റിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ആ ശേഖരിച്ച വിവരത്തെ അതേപടി കുട്ടികളിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള കഴിവ് മാത്രമേ അതിനുള്ളൂ. അത് സ്വന്തമായിട്ട് ഒരു കാര്യങ്ങളും ജനറേറ്റ് ചെയ്യുന്നില്ല, കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതിന് ലഭ്യമാകുന്ന വിവരങ്ങൾ തെറ്റായാലും ശരിയായാലും അതേപടി മറ്റുള്ളവരിലേക്ക് ഫോർവേഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന സാൻസ് ക്രിയേറ്റീവ് സൊല്യൂഷൻസിൻ്റെ സാങ്കേതിക സഹായത്തോടു കൂടി നമ്മൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന AI ടീച്ചർ. അതിന് ഒരുപാട് സവിശേഷതകളുണ്ട്. നമ്മളിതിന് പേരിട്ടിരിക്കുന്നത് ആമി എന്നാണ്. ആമി, AMI, ആമി. അതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് മെഷീൻ ഇൻ്റലിജൻസ് എന്നാണ്. അഡ്വാൻസ്ഡ് മെഷീൻ ഇൻ്റലിജൻസ്. അപ്പോൾ അതിന് ആമി എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇത് ഏതൊരു വിവരങ്ങളും ഇൻ്റർനെറ്റിൽ പോയി കളക്ട് ചെയ്യുകയും ഇൻ്റർനെറ്റിൽ നിന്ന് മാത്രമല്ല ചുറ്റുപാടുകളിൽ നിന്നും ഒരുപാട് വിവരങ്ങൾ ശേഖരിക്കുന്നു. ആ ശേഖരിച്ച വിവരങ്ങളെ അത് വിശകലനം ചെയ്യുന്നു. എന്നിട്ട് ആ കുട്ടികളുടെ ഇമോഷൻസിനനുസരിച്ച് അവരുടെ പ്രോബ്ലംസ് പരിഹരിക്കത്തക്ക രീതിയിലാണ് അത് ഉത്തരം കൊടുക്കുന്നത്. HP ന്യൂസ് 24/7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി-ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം 6 വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. $2,000 മുതൽ 2.5 ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരൂർ സ്റ്റൈലിയർ ഷോറൂം, സരൂർ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarursanitary@gmail.com. Sarur Sanitary, ആറ്റിങ്ങൽ.